വെൽക്കം ടു JPM ട്യൂട്ടോറിയൽ. ഗ്രേഡ് 10th മാത്തമാറ്റിക്സിലെ 8th ചാപ്റ്ററായ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അടുത്തതായി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സോളിഡാണ് സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ, ഗോളവും അർദ്ധഗോളവും. നമുക്കറിയാം, ഒരു ബോൾ എന്ന് പറയുന്നത് ഒരു സ്ഫിയറിന്റെ എക്സാമ്പിൾ ആണ്. സോ ഇതിന്റെ കേസിൽ ഇതിനൊരൊറ്റ ഫേസ് മാത്രമേ ഉള്ളൂ. സോ ഈ ഫേസ് എന്താണ്? ഒരു കേർവ്ഡ് ഫേസ് ആണ്, അഥവാ ഒരു വക്രമുഖമാണ്. ഈ സ്ഫിയറിന്റെ റേഡിയസ് 6 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് സെയിം റേഡിയസ് ഉള്ള 4 സർക്കിളിന്റെ ഏരിയയുടെ സമ്മിന് ഈക്വൽ ആണ്. അതായത് ഒരു ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് അതേ ആരമുള്ള 4 വൃത്തങ്ങളുടെ പരപ്പളവിന്റെ തുകയ്ക്ക് ഈക്വൽ ആണ്. സോ സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു ഒരു സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr². സോ 4 സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4πr². ദെൻ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഇസ് ഈക്വൽ ടു 4/3 πr³. ആർ എന്ന് പറയുന്നത് സ്ഫിയറിന്റെ റേഡിയസ്. അതായത് ഈ ഒരു സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് സെയിം റേഡിയസും ഇതിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റുമുള്ള 2 കോണുകളുടെ വോളിയത്തിന് ഈക്വൽ ആണെന്ന്. അതായത് 2 കോണുണ്ട്, ഈ കോണുകളുടെ റേഡിയസ് സ്ഫിയറിന്റെ റേഡിയസ് ആവണം. ആൻഡ് ദെൻ ഹൈറ്റ് എന്താവണം? സ്ഫിയറിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കണം, അതായത് 2r. ദെൻ ഈ സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ 2 കോണിന്റെ വോളിയത്തിന്റെ സമ്മിന് ഈക്വൽ ആണെന്ന്. അതായത് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 πr² h പ്ലസ് 1/3 πr² h. 1/3 πr² എന്ന് പറയുന്നത് സെയിം റേഡിയസ് ഓഫ് ദി സ്ഫിയർ. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 2r ആണ്. സോ 2r പ്ലസ് 1/3 πr². എച്ച് എന്ന് പറയുന്നത് 2r. സോ ഈക്വൽ ടു 2/3 πr² ഇൻറ്റു r³ പ്ലസ് 2/3 πr² ഇൻറ്റു r³. ഇത് രണ്ടും സെയിം ടേംസ് ആണ്, നമുക്ക് ആഡ് ചെയ്യാം. സോ 2 ടൈംസ് 2/3 πr³ എന്ന് കിട്ടും. സോ ഈക്വൽ ടു 4/3 πr³. ഇങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല നമുക്ക് ഓർത്ത് വെക്കാം. അതായത് ഓൾറെഡി നമ്മൾ കോണിന്റെ വോളിയം കാണാനുള്ള ഫോർമുല പഠിച്ചതാണ്. അതിൽ ഈ ഹൈറ്റിന് പകരം ഈ സ്ഫിയറിന്റെ ഡയമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 കോണിന്റെയും കൂടെ വോളിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഫിയറിന്റെ വോളിയം കിട്ടും. നെക്സ്റ്റ് ഹെമിസ്ഫിയർ. സോ സർഫേസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്തായിരിക്കും? സർഫേസ് ഏരിയ ഇസ് ഈക്വൽ ടു, അതായത് ടോട്ടൽ സർഫേസ് ഏരിയ. ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്ഫിയറിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയയുടെ ഹാഫ് ആയിരിക്കും. ഇതാണ് ഒരു ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിന് 2 ഫേസസ് ഉണ്ട്. ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഫേസും ഉണ്ട്, ഒരു സർക്കുലർ ഫ്ലാറ്റ് ഫേസും ഉണ്ട്. സോ ഇതിന്റെ സർഫേസ് ഏരിയ അഥവാ ടോട്ടൽ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ കേർവ്ഡ് സർഫേസ് ഏരിയ അഥവാ ഈ വക്രതല പരപ്പളവ് പ്ലസ് ഈ സർക്കിളിന്റെ ഏരിയ ആയിരിക്കും. സോ കേർവ്ഡ് സർഫേസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു സ്ഫിയറിന്റെ കേർവ്ഡ് സർഫേസ് ഏരിയയുടെ ഹാഫ് ആയിരിക്കും. അതായത് 4πr²/2 പ്ലസ് ഈ ബേസ് സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് πr². സോ πr². സോ ഈക്വൽ ടു 4πr²/2 എന്ന് പറയുമ്പം 2πr² പ്ലസ് πr². സോ ഈക്വൽ ടു 3πr². ഇതാണ് ഒരു ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫേസ് ഏരിയ കാണാനുള്ള ഫോർമുല. ദെൻ ഇതിന്റെ വോളിയം എന്തായിരിക്കും? വോളിയം ഇസ് ഈക്വൽ ടു ഈ സ്ഫിയറിന്റെ വോളിയത്തിന്റെ ഹാഫ് ആയിരിക്കും ഒരു ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത്. സോ സ്ഫിയറിന്റെ വോളിയം എന്താണ്? 4/3 πr³ ഇൻറ്റു 1/2, അതായത് ഡിവൈഡഡ് ബൈ 2. സോ ഈക്വൽ ടു 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. 2/3 πr³. സോ ഇതാണ് ഒരു ഹെമിസ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല. ഇനി നമുക്ക് ഇതിന്റെ കേസിൽ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. സോ ഈ ഒരു പാർട്ടിൽ വരുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. What is the surface area of the largest sphere that can be carved from a cube of edges 8 centimeters?
വക്കുകളുടെ എല്ലാം നീളം 8 സെന്റിമീറ്ററായ ഒരു സമചതുരക്കട്ടയിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 8 സെന്റിമീറ്റർ എഡ്ജ് ലെങ്ത് ഉള്ള ഒരു സമചതുരക്കട്ട അഥവാ ഒരു ക്യൂബിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സ്ഫിയറിന്റെ സർഫേസ് ഏരിയ എന്താണെന്നാണ് നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ എഡ്ജുകളും അതായത് 12 എഡ്ജസിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഈ ഒരു ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഫിയർ എന്ന് പറയുന്നത് ആ ഒരു സ്ഫിയറിന്റെ ഡയമീറ്റർ ഈ ക്യൂബിന്റെ എഡ്ജ് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഒരു ക്യൂബിന്റെ 6 ഫേസസിലും ഈ സ്ഫിയറിന്റെ സർഫസ് ടച്ച് ചെയ്യും. സോ ഇങ്ങനെയുള്ള ഈ ഒരു സ്ഫിയറിന്റെ സർഫേസ് ഏരിയ ആണ് നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എഡ്ജ് ലെങ്ത് ഓഫ് ക്യൂബ്. ക്യൂബ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ദെൻ നമ്മൾ പറഞ്ഞു എന്ത്, ഈ ഒരു ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് ഈ സ്ഫിയറിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആയിരിക്കും. സോ ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 8 സെന്റിമീറ്റർ. സ്ഫിയറിന്റെ ഡയമീറ്റർ നമുക്ക് കിട്ടി. ദെൻ അതിന്റെ റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് r is equal to 8 divided by 2, that is 4. So 4 സെന്റിമീറ്റർ എന്ന് കിട്ടി നമുക്ക് ഈ ഒരു സ്ഫിയറിന്റെ റേഡിയസ്. ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. So surface area of the sphere is equal to 4 pi r square. So equal to 4 into pi into r എന്ന് പറയുന്നത് 4. So 4 square is equal to 4 into pi into 4 square എന്ന് പറയുന്നത് 16. So 4 into 16 എന്ന് പറഞ്ഞാൽ 64. So 64 pi എന്ന് കിട്ടും. നമ്മൾ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 64 into 3.14 so equal to 200.96 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. Therefore, surface area of the sphere is equal to 200.96 centimeter square.